പുലിക്കളിക്ക് തൃശൂർ സർവ്വസജ്ജമെന്ന മന്ത്രി കെ രാജൻ. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു. റവന്യൂ മന്ത്രി കെ രാജൻ ചേരുകയാണ്. മിനിസ്റ്റർ, എന്തായി നമ്മുടെ ഒരുക്കങ്ങൾ? ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ഇനി 4 മണി ആകുക ക്ലോക്കിൽ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നഗരത്തിലേക്ക് അരമണി കിലിക്ക് ഗംഭീരമായി ഒരു വലിയ ആഘോഷത്തോടു കൂടി അങ്ങ് പുറത്തിറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇത്തവണ എണ്ണം കൂടുതലുണ്ട്. കോർപ്പറേഷൻ ഭയങ്കരമായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തി ആളുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു വലിയ പണി നടത്തി. നമ്മൾ വരുന്ന സമയത്ത് 5 പുലിസ് സംഘങ്ങളായി ഒതുങ്ങി, പിന്നെ 7ലേക്ക് വന്നു, ഇപ്പോൾ 9ലേക്ക് വന്നു. ഇത്തവണ കുറെ കൂടി ആവേശത്തിലാണ്. പുലി ഇടങ്ങളൊക്കെ വലിയ ആവേശത്തിലാണ് എന്ന് മാത്രമല്ല, ഇത്തവണത്തെ പുലിക്കളി ഇപ്പോൾ മേയറുണ്ട്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുണ്ട്. പുലിക്കളിയുടെ ഇത്തവണത്തെ പ്രത്യേകത ഹരിതകർമ്മമായിട്ടുള്ളൊരു പുലിക്കളിയായിരിക്കും. പുലിക്കളി കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം നഗരം ക്ലീൻ ആയിരിക്കും. അതാണ് പൂരത്തിനും പുലിക്കളിക്കും തൃശ്ശൂരിലെ കോർപ്പറേഷൻ കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശുചിത്വ നഗരം എന്ന ആശയത്തിൽ പിടിവിടാതെ എന്നാൽ എല്ലാ വിധത്തിലുള്ള വൈവിധ്യങ്ങൾക്കും അവസരം കൊടുത്തുകൊണ്ട് ടാബ്ലോ ആകട്ടെ, അത് പുലികളി ആവട്ടെ, അതുമായി ബന്ധപ്പെട്ട അവസരങ്ങളാകട്ടെ, എല്ലാത്തിനും അവസരം കൊടുക്കുന്നതോടൊപ്പം നഗരം തൃശൂർ മേയർ എം കെ വർഗീസും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. സുരക്ഷാ സംവിധാനങ്ങൾ നല്ലതുപോലെ ഉണ്ട്. നമ്മുടെ തൃശ്ശൂർ മേയർ നമ്മളോടൊപ്പം ഉണ്ട്. ഇത്തവണ നമ്മൾ പുലികളോടൊപ്പം ചേരുകയാണെന്ന് മേയർ പറഞ്ഞു. ഏതൊക്കെ രീതിയിലാണ് ഞങ്ങളിപ്പോൾ ഇതുവരെ ഓഫീസിനകത്തിരിക്കുകയായിരുന്നു. ഈ പ്രാവശ്യത്തെ പുലിക്കളി തുടങ്ങിയ അന്ന് മുതൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാരും ഇവിടെ പുലിക്കളിക്കാരുടെ കൂടെയുണ്ട്. കളക്ടറുണ്ട്, കമ്മീഷണറുണ്ട്, MLA ഉണ്ട്, മന്ത്രിയുണ്ട്, എൻ്റെ എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും ഫീൽഡിലുണ്ട്. ഇത് കളറാക്കണം. ഇത് ലോകത്ത് ഒരു സ്ഥലത്തും ഇല്ലാത്തൊരു സംരംഭം. സ്വരാജ് റൗണ്ടിനകത്ത് 450 പുലികൾ ഒരുമിച്ച് ഇറങ്ങുന്നത് ഈ ലോകത്ത് ഒരു സ്ഥലമേ ഉള്ളൂ. അത് തൃശ്ശൂർ വരണം. വിദേശികൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആൾക്കാർ വരും. അവരെയൊക്കെ സ്വീകരിച്ച് ഭംഗിയായി ഇത് ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം തന്നെ ലോക നിലവാരത്തിലേക്ക് ഇത് എത്തിക്കണം. അതിനുള്ള ഒരുക്കപ്പാടിലാണ് എല്ലാ സംവിധാനവും.